നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ല നേരിടുന്ന കാർഷിക, വ്യാവസായിക, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. മലമ്പുഴ സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാന്റ് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാന സർക്കാർ. വികസന പദ്ധതികൾ പൂർത്തിയാക്കാൻ നേരിടുന്ന കാലതാമസം ജില്ലയിലെ വലിയ പ്രതിസന്ധിയാണെന്നും കളക്ടർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗൃഹസന്ദർശനത്തിനൊരുങ്ങി കോൺഗ്രസ്. പാലക്കാട് ജില്ലാ നേതൃയോഗം. വോട്ടർ പട്ടികയിലെ പിഴവുകൾ വളരെ വേഗം കണ്ടെത്തണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. ഗൃഹസന്ദർശനം 28-ന് തുടങ്ങും. പാടനാംകുറിശി ROB സർവീസ് റോഡ് തുറന്നിട്ടും ബസ്സുകൾ കടത്തിവിട്ട് തുടങ്ങിയില്ല. പ്രദേശത്തിറങ്ങി ബസ് മാറിക്കയറേണ്ടത് യാത്രക്കാർക്ക് ദുരിതം. ബസ്സുകൾ സർവീസ് റോഡിലൂടെ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും ടോറസ് ഉൾപ്പെടെ ചരക്കുവാഹനങ്ങൾ കടന്നുപോകുന്നത് തടയാൻ പോലീസ് ഇടപെടണമെന്നും ആവശ്യം. മണ്ണൂർ പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വോട്ടുകൾ തെരഞ്ഞുപിടിച്ച് വെട്ടിമാറ്റിയെന്ന ആരോപണം. പഞ്ചായത്ത് സെക്രട്ടറിയെ ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു. അടിസ്ഥാന വർഗ്ഗങ്ങളുടെ പെൻഷനും ആനുകൂല്യങ്ങളും നിരന്തരം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. സെസ് പിരിവിൽ ഗുരുതര വീഴ്ച. പെൻഷൻ കുടിശ്ശികയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പാലക്കാട് കളക്ടറേറ്റിലേക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ AITUC മാർച്ച്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക നിയമനങ്ങൾക്കെതിരെ LDF ഘടകകക്ഷിയായ ജനതാദൾ Sന്റെ യുവജന വിഭാഗം രംഗത്ത്. നിയമനം യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് സൂപ്രണ്ടിന് മുന്നറിയിപ്പ്. താൽക്കാലിക നിയമനം CPM നേതാവിന്റെ നിർദ്ദേശപ്രകാരമെന്നും ആരോപണം. നെല്ലു സംഭരണവുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ പ്രചരിക്കുന്നതെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. കർഷകർക്ക് തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ട്. പാലക്കാട്ട് സംയുക്ത കർഷക വേദിയുടെ സമര പ്രഖ്യാപന കൺവെൻഷൻ. കർഷക ദിനത്തിൽ കർഷകരെ അവഹേളിച്ച മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കർഷക മസ്ദൂർ സംഘ് മാർച്ച്. കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന് പോലീസ്. ഒരാൾ കസ്റ്റഡിയിൽ. തൃത്താലയിൽ വീടിന്റെ മച്ചിൽ ഒളിച്ചിരുന്ന വധശ്രമ കേസ് പ്രതി പോലീസിന്റെ പിടിയിൽ. പിരായിരിയിൽ യുവാവിന് വെട്ടേറ്റു. തൃശൂരിലെ BJP കൌൺസിലർമാർക്ക് 5 ലക്ഷം രൂപ പിഴയിട്ട് ഹൈക്കോടതി. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ബിനി ടൂറിസ്റ്റ് ഹോമിനെതിരെ പരാതി നൽകിയ 6 BJP കൌൺസിലർമാരും സ്വകാര്യ ഹർജി നൽകിയ അഭിഭാഷകനും പിഴ നൽകണം. ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു. കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. സംശുദ്ധ ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിനായുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് രാജീവ് സ്മൃതി കരുത്താകുമെന്ന് AICC സെക്രട്ടറി PV മോഹൻ. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ല നേരിടുന്ന കാർഷിക, വ്യാവസായിക, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. മലമ്പുഴ സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാന്റ് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണെന്നും പാലക്കാട് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ കളക്ടർ പറഞ്ഞു. വികസന പാതയിലേക്ക് പാലക്കാട്ടെ പല പ്രദേശങ്ങളും മുന്നോട്ട് വരാനുണ്ട്. ജില്ല നേരിടുന്ന കാർഷിക, വ്യാവസായിക, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പരമാവധി ശ്രമിക്കുമെന്ന് കളക്ടർ മാധവിക്കുട്ടി പറഞ്ഞു. മലമ്പുഴയിൽ വരാനിരിക്കുന്ന സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാന്റിനെക്കുറിച്ച് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ്. വികസനത്തിനായി നിരവധി പദ്ധതികളും രൂപരേഖകളും സർക്കാരിനുണ്ട്. ഇവ പ്രാവർത്തികമാക്കാൻ കാലതാമസം നേരിടുന്നതാണ് പ്രശ്നം. നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമം തുടരും. വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കുന്നതും സങ്കീർണമായ നടപടിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ മാതൃകാ പദ്ധതികളുണ്ടെങ്കിൽ അത് പ്രയോഗത്തിൽ വരുത്താനുള്ള ശ്രമം തുടരും. ഫെൻസിംഗ് പോലുള്ള പദ്ധതികൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. മാലിന്യ സംസ്കരണത്തിൽ കേരളം മികച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ടെന്നും കലക്ടർ പറഞ്ഞു. ഭാവി തലമുറയ്ക്ക് ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ തടസ്സമുണ്ടാക്കുന്നത് ശരിയല്ല. എന്നാൽ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ജനവിശ്വാസം ആർജിക്കാൻ കഴിയണം. മലമ്പുഴയിൽ വരാനിരിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിനെക്കുറിച്ചും ബോധവൽക്കരണമുണ്ടാകും. അട്ടപ്പാടി ഉൾപ്പെടെ ആദിവാസി മേഖലയിൽ ഭൂമി പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇവ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമെന്നും കലക്ടർ പറഞ്ഞു. വ്യത്യസ്തവും വൈവിധ്യവുമായ പല മേഖലകളുള്ള പാലക്കാട് ജില്ലയിൽ ഏറെ പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്നും കലക്ടർ വ്യക്തമാക്കി. മറ്റൊരു വശവും ഉള്ളത്, ഇപ്പം പലപ്പോഴും വന്യജീവി ശല്യങ്ങളിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആനയുടെ ഒരു പ്രസൻസും ആന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ആന വളരെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ജീവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ്.
ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഇപ്പം ഞാൻ തെങ്കാശിയിലൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെൻസിങ് വെച്ചാൽ പോലും അതിനെ എങ്ങനെ മറികടക്കണം എന്ന് കൃത്യമായിട്ട് അതിന് മനസ്സിലായി അത് ആ രീതിയിൽ പ്രവർത്തിക്കുകയും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ജീവിയായിട്ടാണ്. അപ്പം ഒരു എവർ ഇവോൾവിംഗ് പ്രോസസ്സാണത്. അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്നാണെങ്കിലും നമ്മൾ കൂടുതൽ പഠിച്ച് കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു മേഖലയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ശ്രീനേഷ്, സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത, പ്രസിഡന്റ് നോബിൾ ജോസ്, മുഹമ്മദ് അലി എന്നിവർ കലക്ടർക്ക് ഉപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അടിസ്ഥാന വർഗ്ഗങ്ങളുടെ പെൻഷനും ആനുകൂല്യങ്ങളും നിരന്തരം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ AITUC നടത്തിയ പാലക്കാട് കളക്ട്രേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KP രാജേന്ദ്രൻ. സെസ് പിരിവിൽ ഗുരുതര വീഴ്ചയുണ്ടെന്നും KP രാജേന്ദ്രൻ ആരോപിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ 16 മാസമായി മുടങ്ങിയിരിക്കുകയാണ്. വിവാഹം, പാർപ്പിടം, ചികിത്സ തുടങ്ങിയവയ്ക്കുള്ള ധനസഹായവും മുടങ്ങി. തൊഴിലാളികളുടെ അംശാദായം കൊണ്ട് മാത്രം ആനുകൂല്യ വിതരണം നടക്കില്ലെന്നതുകൊണ്ടാണ് സെസ് പിരിക്കാൻ തീരുമാനിച്ചത്. സെസ് പിരിവിൽ തൊഴിൽ വകുപ്പും ക്ഷേമനിധി ബോർഡും തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. ഇതിന് മാറ്റം വേണം. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോടികളുടെ നിർമ്മാണം നടത്തി അതിനെ തൊഴിലാളി ക്ഷേമമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. തൊഴിലാളി ക്ഷേമം ഉറപ്പിക്കാൻ LDF സർക്കാരിന് ബാധ്യതയുണ്ടെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. ഒരു നിയമരാജ്യത്ത് പാർലമെന്റ് പാസ്സാക്കിയാൽ, നിയമസഭ പാസ്സാക്കിയാൽ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എനിക്കിത് ബാധകമല്ല, ഞാൻ അനുസരിക്കില്ല, പറയാൻ പറ്റുമോ? അകത്ത് കിടക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ അകത്താവും. നിയമം എല്ലാവർക്കും ബാധ്യതയും എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡ് അതിൽ നിർദ്ദേശിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ, അതിനുള്ള ഓരോ അവകാശങ്ങൾ, അവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കണമെങ്കിൽ പെൻഷനിൻ്റെ ഒരു ഭാഗം, അതല്ലാതെ ഒരുപാട് ആനുകൂല്യമില്ല. പ്രസവ ആനുകൂല്യം കൊടുക്കണം, മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള ആനുകൂല്യം കൊടുക്കണം, വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ, രോഗങ്ങൾ വരുമ്പോൾ അതിന് ചികിത്സയ്ക്കുള്ള സഹായം. പെൻഷൻ കുടിശ്ശിക, ബോണസ് എന്നിവ അനുവദിക്കുക, സെസ് പിരിവ് ഊർജിതപ്പെടുത്തുക, ആനുകൂല്യ വിതരണ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു AITUCയുടെ മാർച്ചും ധർണയും. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് KC ജയപാലൻ അധ്യക്ഷത വഹിച്ചു. AITUC സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K മല്ലിക, NG മുരളീധരൻ നായർ, ശിവദാസൻ, M ഹരിദാസ്, ജയചന്ദ്രൻ, K മുത്തു, K വേലു, കാർത്തിക്, ചിന്നക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിലെ BJP കൗൺസിലർമാർക്ക് 5 ലക്ഷം രൂപ പിഴയിട്ട് ഹൈക്കോടതി. ബിനി ടൂറിസ്റ്റ് ഹോമിനെതിരെ ഹർജി നൽകിയ 6 BJP കൗൺസിലർമാരും സ്വകാര്യ ഹർജി നൽകിയ അഡ്വക്കേറ്റ് K പ്രമോദും പിഴ നൽകണം. ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ബിനി ടൂറിസ്റ്റ് ഹോം നടത്തിപ്പിനായി PS ജിനീഷിന് കൈമാറിയതിൽ ക്രമക്കേട് ആരോപിച്ച് നൽകിയ ഹർജിയിലാണ് കോടതി വിധി. തൃശൂർ കോർപ്പറേഷനിലെ BJP കൗൺസിലർമാരായ വിനോദ് പൊള്ളഞ്ചേരി, പൂർണിമ സുരേഷ്, V ആതിര, NV രാധിക, KG നിജി, N പ്രസാദ് എന്നിവർക്കും സ്വന്തം പേരിൽ പരാതി നൽകിയ അഡ്വക്കേറ്റ് K പ്രമോദ് എന്നിവർക്കുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പിഴയിട്ടത്. കൗൺസിലർമാർ ചേർന്ന് 5 ലക്ഷവും അഡ്വക്കേറ്റ് പ്രമോദ് 5 ലക്ഷവും കെട്ടണമെന്നാണ് കോടതി വിധി. പലതവണ ടെൻഡർ വിളിച്ചിട്ടും ആരും ഏറ്റെടുക്കാൻ വരാത്തതോടെ 2022 പൊതുലേലം ക്ഷണിച്ചു. PS ജനീഷ് ഏറ്റവും കൂടുതൽ സംഖ്യയായ 7.25 ലക്ഷം മാസവാടക രേഖപ്പെടുത്തി. കോർപ്പറേഷനുമായുള്ള നെഗോസിയേഷൻ വഴി 7.5 ലക്ഷം രൂപയാക്കി ഉയർത്തി. ജനീഷ് 3 കോടിയോളം രൂപ ചെലവഴിച്ച് കെട്ടിടം പുതുക്കി ബിനി ഹെറിറ്റേജ് ആക്കുകയായിരുന്നു. ഞങ്ങൾ വിട്ടുപോവാം, ഞങ്ങൾ ഇറക്കിയ കാശ് തന്നെ ഞങ്ങൾ വിട്ടുപോവാം. ഇത് വിട്ടുപോയിട്ട് ആരാ നടത്തുന്ന മുൻകരാറുകാരണം? അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ നാടകങ്ങൾ നടക്കുന്നത്. ഞങ്ങളുടെ വിഷമതാണ്. ഞങ്ങൾ ഇത്രയും ആളുകൾ, ഇതിലാരും അത്ര വലിയ ആളുകളൊന്നുമില്ല, വലിയ കോർപ്പറേറ്റ്സുകളൊന്നുമില്ല. ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള 10 പേര് കൂടിയിട്ടാണ് ഈ പ്രസ്ഥാനം കൊണ്ടുനടക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇനിയും ഇത് ഈ കോടതി ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏകദേശം കറക്റ്റ് ഉദ്ഘാടനത്തിന്റെ തലേദിവസമാണ് ഉദ്ഘാടനം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കേസ് കോടതിയിലേക്ക് വരുന്നത്. അവിടെ കോടതിയിൽ കൊടുക്കുന്ന ബാലിശമായ കാര്യങ്ങൾ എന്താ? ബിനി ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന പേര് മാറ്റി ബിനി ഹെറിറ്റേജ് എന്നാക്കി മാറ്റി. കരാറുകാരനായ ജനീഷിനോടുള്ള വ്യക്തിവൈരാഗ്യങ്ങളും വിദ്വേഷവും മേയർക്കും ഭരണപക്ഷത്തിനുമെതിരെയുള്ള വ്യക്തിപരമായ അജണ്ടകളുമാണ് ഇത്തരം ഹർജികൾക്ക്
പിറകിലുള്ളതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഡയറക്ടർമാരായ PS ജനീഷ്, റോജി ജോയ്, സൈജു ഡേവിഡ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗൃഹസന്ദർശനത്തിന് ഒരുങ്ങി കോൺഗ്രസ്. ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ചേർന്ന നേതൃയോഗം KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടികയിലെ തെറ്റുകൾ വളരെ വേഗം കണ്ടെത്തണമെന്ന് അനിൽകുമാർ നിർദ്ദേശിച്ചു. ഈ മാസം 28 മുതലാണ് ഗൃഹസന്ദർശനം ആരംഭിക്കുന്നത്. ഇതിനു മുന്നോടിയായി മണ്ഡലം, ബ്ലോക്ക്, പഞ്ചായത്ത് തല യോഗങ്ങൾ നടത്തണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ നേതൃയോഗത്തിൽ നിർദ്ദേശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പിന്നിൽ പോകുന്നത് മുന്നൊരുക്കവും തെരഞ്ഞെടുപ്പിനെ ഗൗരവമായി കാണാത്തതുകൊണ്ടുമാണ്. പല വാർഡുകളും നഷ്ടപ്പെടുന്നത് ചെറിയ വോട്ട് വ്യത്യാസത്തിലാണെന്ന് അനിൽകുമാർ ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഗൗരവപൂർവ്വം കണ്ട് നടപടികൾ സ്വീകരിക്കണം. വോട്ടർ പട്ടിക നിരന്തരം പരിശോധിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധത ഗൃഹസന്ദർശനത്തിലൂടെ ബോധ്യപ്പെടുത്തണമെന്നും അനിൽകുമാർ പറഞ്ഞു. അവിടെ വെച്ച് ഓരോ വാർഡിലേക്കുമുള്ള കൂപ്പണും അതുപോലെ തന്നെ ലഘുലേഖയും അതോടൊപ്പം തന്നെ വാൾ പോസ്റ്റും, ഇത് മൂന്നും നിങ്ങൾക്ക് ലഭിക്കും. ആ മൂന്നും ആ മണ്ഡലം കമ്മിറ്റി നാളെ തന്നെ നിങ്ങൾക്കത് ലഭിക്കും. ആ 3 കാര്യങ്ങൾ അതത് മണ്ഡലം കമ്മിറ്റിയിൽ വാർഡ് പ്രസിഡന്റുമാരെ ഏൽപ്പിക്കും. 22, 23, 24 ദിവസങ്ങളിൽ വാർഡ് കമ്മിറ്റികൾ യോഗം ചേർന്ന് ഇത് അതത് ബൂത്തുകളിൽ എത്തിച്ചു കഴിഞ്ഞ ശേഷം എന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ. പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. KPCC ഭാരവാഹികളായ C ചന്ദ്രൻ, CV ബാലചന്ദ്രൻ, പ്രൊഫസർ KA തുളസി, PV രാജേഷ്, DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, TH ഫിറോസ് ബാബു, V രാമചന്ദ്രൻ, രമ്യ ഹരിദാസ്, C ബാലൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടനംകുറിശി ROB സർവീസ് റോഡിലൂടെ ബസ്സുകൾ കടത്തി വിടണമെന്ന ആവശ്യം ശക്തം. ഇരുവശങ്ങളിലും ഇറങ്ങി ബസ്സുകൾ മാറിക്കയറേണ്ട സാഹചര്യം യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ടോറസ് ഉൾപ്പെടെ ചരക്ക് വാഹനങ്ങൾ ഇതിലേക്ക് കടന്നു പോകുന്നത് തടയാൻ പോലീസ് ഇടപെടണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ബസ് കൂടെ പോകണം. പിന്നെന്താ എന്താ ഈ യാത്രക്കാർക്ക് വാടനകുശി റെയിൽവേ മേൽപ്പാലം ഭാഗത്ത് കട്ട വരിച്ച 2 സർവീസ് റോഡുകളായി വൺ വേ സംവിധാനത്തിലൂടെയുള്ള യാത്രയുമായി. എന്നിട്ടും ആവശ്യങ്ങൾ തീരുന്നില്ല. ഇന്നലെയാണ് 2ാമത്തെ സർവീസ് പാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. സർവീസ് പാത തുറന്നുകൊടുത്തുവെങ്കിലും വലിയ വാഹനങ്ങളൊഴികെ മറ്റു ചെറു വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂവെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നുവെങ്കിലും ടോറസ് ഉൾപ്പെടെയുള്ള ചരക്ക് ലോറികൾ കടന്നു പോകുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് അനുവദിക്കുകയില്ല. ഇങ്ങനെയെങ്കിൽ ബസ് സർവീസ് കൂടി ആരംഭിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 2 വശങ്ങളിലും കാൽനടയാത്രയായി എത്തി ബസ്സുകൾ മാറിക്കയറേണ്ട അവസ്ഥയാണ് മാസങ്ങളായി ഇവിടെ നടക്കുന്നത്. പാത തുറന്നുകൊടുത്തിട്ടും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. യാത്രക്കാരുടെ ദുരിതം മാറാൻ പാതയിലൂടെ ബസ് സർവീസ് കൂടി ഉടൻ ആരംഭിക്കണമെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് A ശ്രീനിവാസൻ, അഭിലാഷ് അസീസ് എന്നിവർ ആവശ്യപ്പെടുന്നത്. ഈ വഴിക്കുള്ള പട്ടാമ്പി ഷൊർണൂർ വഴിക്കുള്ള ബസ്സുകൾ വിടാനുള്ള സംവിധാനം അധികൃതരുടെ ഭാഗത്ത് എത്രയും വേഗം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം എന്താ വെച്ചാൽ 7 മണി കഴിഞ്ഞാൽ ഈ വഴിക്കുള്ള ആളുകളുടെ യാത്ര ഭയങ്കര ദുസ്സഹമാണ്. കാരണം ബസ്സുകളുണ്ടാവില്ല. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ വഴിക്ക് യാത്ര ചെയ്യാൻ. സ്വകാര്യ വാഹനങ്ങളിലോട്ട് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ ബസ്സുകൾ വിടാനുള്ള തീരുമാനം ഉണ്ടാവും, അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ചരക്ക് വാഹനങ്ങളുടെ യാത്ര ഈ വഴിക്കൽ ഒഴിവാക്കുക. അതിന് പോലീസിൻ്റെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിന് ഒരു മുൻകൈ എടുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ടോറസ് ലോറികൾ രാത്രിയിലും പകലുമായി പാതയിലൂടെ കടന്നു പോകുന്നുണ്ടെന്നും ഇവർ പറയുന്നു. ബസ്സുകളെ മാത്രം കടത്തിവിടാതെ ലോറികളെ കടത്തിവിടുന്ന രീതി ശരിയല്ല. ഇത് നിയന്ത്രിക്കാൻ പോലീസ് ഇടപെടണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ശബമോക്ഷമാകാതെ ഷൊർണൂർ കുളപ്പുള്ളി പട്ടാമ്പി പാത താൽക്കാലിക കുഴിയടയ്ക്കൽ പാതി വഴിയിലാണ്. മഴ പെയ്യുമ്പോഴും പൊടിശല്യം മൂലം വ്യാപാരികളും യാത്രക്കാരും വലയുന്നു. പല വ്യാപാര സ്ഥാപനങ്ങളും പൊടിശല്യം മൂലം അടച്ചിട്ടിരിക്കുകയാണ്.
നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന കുളപ്പുള്ളി പട്ടാമ്പി പാതയാണിത്. തകർച്ചയിൽ നിന്നും ഇനിയും ശാപമോക്ഷമായില്ല. നഗരപരിധിയിലെ പ്രധാന പാതകളിൽ ഒന്നാണിത്. പാത എന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. നിറയെ കുഴികൾ മാത്രം, ഒപ്പം ദുരിതയാത്രയും. നൂറുകണക്കിന് യാത്രക്കാരുടെ ദുരിതത്തിന് ഇനിയും പരിഹാരമായില്ല. പലവിധ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. എന്നിട്ടും അധികൃതർ അനങ്ങിയിട്ടില്ല. ഈയിടെ ക്വാറി വേസ്റ്റിട്ട് താൽക്കാലിക ഓട്ടയടക്കൽ കുറച്ചു ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. ഈ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ച മട്ടാണ്. തകർച്ച നേരിട്ട പാതയിൽ ദുരിതങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാകട്ടെ പൊടിശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഭാരം കൂടിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പ്രദേശമാകെ പൊടിശല്യത്തിൽ മുങ്ങും. ഇത് വ്യാപാര സ്ഥാപനങ്ങൾക്കും പ്രതിസന്ധിയാണ്. ഓണത്തിരക്കേറുമ്പോൾ പാതയിൽ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിക്കും. പൊടിശല്യത്തിനും യാത്രാക്ലേശം പരിഹരിക്കാനും വലിയ കുഴികളുള്ള ഭാഗത്ത് കാര്യക്ഷമമായ രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന അഭ്യർത്ഥനയിലാണ് വ്യാപാരികളും വാഹനയാത്രക്കാരും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്നാണ് സൂചന. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറ കരമ്പറ്റ സ്വദേശി 42 വയസ്സുള്ള സന്തോഷിനെയാണ് ഇയാൾ താമസിക്കുന്ന വീട്ടിലെ കട്ടിലിന് താഴെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. തുടർന്ന് പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ കൊലപാതകമാണെന്ന് സംശയമുയർന്നു. മരണപ്പെട്ട സന്തോഷിന് വിവാഹിതയായ മുങ്കിൽമടയിലെ യുവതിയുമായി സൗഹൃദമുണ്ടായിരുന്നു. ഇതറിഞ്ഞ യുവതിയുടെ ഭർത്താവ് മർദ്ദിച്ചതായി വിവരം ലഭിച്ചു. കരമ്പറ്റയിലെ വീട്ടിൽ തനിച്ചാണ് സന്തോഷ് താമസം. മൂങ്കിൽമട സ്വദേശിനിയുടെ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പിരായിരിയിൽ യുവാവിന് വെട്ടേറ്റു. പിരായിരി സ്വദേശി ഉമ്മർ ഫാറൂഖിനാണ് വെട്ടേറ്റത്. കൊല്ലങ്കോട് സ്വദേശി ജയേഷാണ് ഉമ്മർ ഫാറൂഖിനെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലങ്കോട് സ്വദേശിയായ ജയേഷിന്റെ ഭാര്യയെ അസഭ്യം പറഞ്ഞുവെന്നാരോപിച്ചാണ് ജയേഷ് പിരായിരി പള്ളിക്കുളം സ്വദേശി ഉമ്മർ ഫാറൂഖിനെ കടയിൽ കയറി വടിവാളുകൊണ്ട് വെട്ടിയത്. ആക്രമണ സമയത്ത് ഉമ്മർ ഫാറൂഖ് തെന്നിമാറിയതിനാൽ വലിയ തോതിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇരുവരെയും പോലീസിൽ ഏൽപ്പിച്ചത്. ഉമ്മർ ഫാറൂഖിനെ ആക്രമിച്ച യുവാവിനെ പാലക്കാട് നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെട്ടേറ്റ ഉമ്മർ ഫാറൂഖ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്ക് ഗുരുതരമുള്ളതല്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വധശ്രമക്കേസിലെ പ്രതിയെ വീടിന്റെ മച്ചിൽ നിന്നും പിടികൂടി പോലീസ്. കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശി സുൽത്താൻ റാഫിയാണ് പോലീസിന്റെ പിടിയിലായത്. തൃത്താലയിലാണ് സംഭവം. ഞാങ്ങാട്ടിരിയിൽ വെച്ച് യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ വധശ്രമത്തിന് സുൽത്താൻ റാഫിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുൽത്താൻ റാഫിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഞാങ്ങാട്ടിരിയിലെ വീടിന് സമീപത്തു നിന്നും സുൽത്താൻ റാഫിയുടെ മൊബൈൽ ഫോൺ ഓണാവുകയും ഇത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇയാൾ ഇടയ്ക്ക് വീട്ടിൽ വന്നു പോകാറുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. വീട്ടിൽ രഹസ്യ അറയുണ്ടെന്നും പോലീസ് കണ്ടെത്തി. മൊബൈൽ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് നടത്തിയ പരിശോധനയിലാണ് പോലീസ് സുൽത്താന്റെ വീട് വളഞ്ഞത്. തുടർന്ന് വീടിന്റെ മച്ചിലുള്ള രഹസ്യ അറയിലേക്കുള്ള വഴി കണ്ടെത്തി. മച്ചിനു മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന പ്രതി സുൽത്താൻ റാഫിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ച് വെട്ടിമാറ്റിയെന്നും ആരോപണം. പ്രതിഷേധവുമായി മണ്ണൂർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. മണ്ണൂരിൽ നിന്നും പ്രകടനമായി എത്തിയാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. പഞ്ചായത്ത് അംഗങ്ങളായ PM അൻവർ സാദിഖ്, PU റജില, ലീഗ് നേതാക്കളായ KP മുനീർ, PS സുലൈമാൻ, PM സാദിഖ് അലി, CH ജബ്ബാർ, KS കമറുദ്ദീൻ, സൈഫുദ്ദീൻ, KN നൌഫൽ, ഷബിത മുനീർ, റുബിന, PM സലീം എന്നിവർ നേതൃത്വം നൽകി. ഈ നില തുടർന്നാൽ ലീഗ് ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് നൽകി. CPIന്റെ കുടുംബങ്ങളായ ഊട്ടിയിൽ 20 കൊല്ലമായി താമസിക്കുന്ന ഓരോ വോട്ടുകളും ഇവിടെ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമ്പോൾ യാതൊരു പരാതിയും കൊടുക്കാതെയാണ്. ഈ പരാതി കൊടുത്ത ആളുടെ 2 വീടിന്റെ അപ്പുറത്ത് ചെറുപ്പളശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുടെ വരെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമ്പോൾ അതിനൊന്നും ഒരക്ഷരം മിണ്ടാതെ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇവിടെയുള്ള സെക്രട്ടറിയും അതോടൊപ്പം CPIന്റെ LC സെക്രട്ടറിയും അടങ്ങുന്ന ഇവർ വ്യക്തമായ ടാർഗറ്റ് വെച്ച് ഈ വോട്ടുകൾ ഈ പട്ടികയിൽ നിന്ന് മാറ്റി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്ന ഈ നടപടിക്കെതിരെ ശക്തമായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
നെല്ല് സംഭരണ വിഷയത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് കേരള സർക്കാർ പ്രചരിപ്പിക്കുന്നതെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. കേരളത്തിലെ കർഷകർക്ക് തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ടാണെന്നും കുമ്മനം പറഞ്ഞു. പാലക്കാട്ട് സംയുക്ത കർഷകവേദിയുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുമ്മനം രാജശേഖരൻ. കേരളത്തിൽ കർഷകർക്ക് തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ടാണെന്ന് കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. കൈകാര്യ ചെലവിൻ്റെ 95% കേന്ദ്ര സർക്കാർ മുൻകൂർ നൽകിയിട്ടും കർഷകർക്ക് നൽകാൻ പണമില്ലാത്തത് സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തുകൊണ്ടാണ്. നെല്ല് സംഭരണ വിഷയത്തിൽ കേരള സർക്കാർ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഇവിടെ സർക്കാരിൻ്റെ ചുമതലയായതുകൊണ്ടാണ്, ഇത് സർക്കാരിൻ്റെ ചുമതലയാണ്. നിലം ഉഴുത് റെഡിയാക്കി വിത്തിട്ട് അത് കിളിപ്പിച്ച് അത് കൃഷി ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം, വളം, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് കൊയ്ത്ത് യന്ത്രം എല്ലാം കൊടുത്ത് അത് സംഭരിച്ച് കർഷകന് മതിയായ ഒരു വില കൊടുത്ത് കർഷകനെ സംരക്ഷിച്ച് നിലനിർത്തേണ്ട ചുമതല സർക്കാരിൻ്റേതാണ്. അത് സർക്കാരിൻ്റെ കടമയാണ്. സർക്കാർ അത് ചെയ്തേ പറ്റൂ. നിരവധി കാര്യങ്ങൾ സർക്കാർ നേരിട്ട് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ ഗതാഗതം സർക്കാരിൻ്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് KSRTCക്ക് മാസം തോറും 80 കോടി രൂപ 100 കോടി രൂപ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഗതാഗതം. സംസ്ഥാനത്തെ 19 സ്വതന്ത്ര കർഷക സംഘടനകളാണ് സമര പ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുത്തത്. കൺവെൻഷനിൽ കർഷക പുരസ്കാര ജേതാക്കളായ ശിവദാസൻ പനങ്ങാട്ടിരി, പെരുവെമ്പ് പാടശേഖര സമിതി പ്രസിഡന്റ് പ്രഭാകരൻ, കർഷകശ്രീ അവാർഡ് ജേതാവ് പെരുവെമ്പ് രാജകാന്തം എന്നിവരെ ആദരിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ, വിവിധ കർഷക സംഘടനാ ഭാരവാഹികളായ മുതലാംതോട് മണി, പാണ്ടിയോട് പ്രഭാകരൻ, ജോർജ് മാത്യു കുട്ടനാട്, അനിയപ്പൻ ആലപ്പുഴ, ചിദംബരൻകുട്ടി മാസ്റ്റർ, ഗോപൻ ചെന്നിത്തല, വിജയൻ, NV രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് ശിവശങ്കർ, അനിൽ തോട്ടക്കര, ആന്റണി ചമ്പക്കുളം, സോണിച്ചൻ ആന്റണി, സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കർഷക ദിനത്തിൽ കൃഷിക്കാരെ അവഹേളിച്ച മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്ന് കർഷക മസ്ദൂർ സംഘ് ആവശ്യമുന്നയിച്ച് കർഷക മസ്ദൂർ സംഘ് BMS പാലക്കാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ജനപ്രതിനിധി ആകും മുമ്പ് രാജേഷ് സമരത്തിൽ ഇറങ്ങിയിരുന്നത് പത്രത്തിൽ പേരും പടവും അച്ചടിച്ച് വരാനായിരുന്നോ എന്നും വ്യക്തമാക്കണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത BMS ജില്ലാ ജനറൽ സെക്രട്ടറി S. രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. കർഷകരുടെ വിയർപ്പ് ഭക്ഷിച്ചാണ് മന്ത്രി MP രാജേഷ് കർഷകരെ അപമാനിച്ചതെന്നും BMS ജില്ലാ ജനറൽ സെക്രട്ടറി S. രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി. നെല്ലിന്റെ വില ലഭിക്കാതെ ആത്മഹത്യയുടെ വക്കിലെത്തിയ കർഷകരാണ് സമരരംഗത്തുള്ളത്. കർഷകരെ ഉൾപ്പെടുത്താതെ കർഷക ദിനത്തിലാണ് മന്ത്രി കൃഷിക്കാരെ അവഹേളിച്ചത്. സർക്കാരിന്റെ കൃഷി സമൃദ്ധി തട്ടിപ്പും പരസ്യവുമാണ്. കർഷകരെ അവഹേളിച്ച മന്ത്രിയെ കേരളത്തിന്റെ കാർഷിക സമൂഹം പാഠം പഠിപ്പിക്കുമെന്നും S. രാജേന്ദ്രൻ പറഞ്ഞു. ഉടനെ ചോദിച്ചു വേദിയിലിരിക്കുന്ന ആൾക്കാരോട്, നിങ്ങൾക്ക് പണം കിട്ടാനുണ്ടോന്ന്. അയാൾക്ക് എന്താ പണം കിട്ടാണ്ട് പെട്ടിക്കട നടത്തുന്നവരെ പണം കൊടുക്കൂ? എനിക്ക് കിട്ടാനില്ല പറഞ്ഞു. അയാൾക്ക് കിട്ടാനില്ല. MP രാജേഷ് ഒന്ന് വിചാരിക്കണം. MP രാജേഷ് അത് പറഞ്ഞത് വളരെ അല്പത്തരമായ ഭാഷയിലാണ്. എന്താ പറഞ്ഞത്? പത്രക്കാരെ പത്രത്തിൽ മുഖം വരാൻ വേണ്ടി, പ്രചരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കർഷകർ മുഴുവനും പ്രകടനം നടത്തുന്നതെന്നാണ് പറഞ്ഞത്. BMS മേഖലാ പ്രസിഡന്റ് B. വിജയരംഗം അധ്യക്ഷത വഹിച്ചു. ശിവദാസ്, S. അമർനാഥ്, V. മണികണ്ഠൻ, B. ഗുരുവായൂരപ്പൻകുട്ടി, ശിവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 81ാം ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ദിനാചരണം AICC സെക്രട്ടറി PV മോഹൻ ഉദ്ഘാടനം ചെയ്തു. സംശുദ്ധ ജനാധിപത്യ സംരക്ഷണത്തിനായുള്ള പോരാട്ടത്തിൽ രാജീവ് ഗാന്ധിയുടെ സ്മരണകൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് വഴികാട്ടിയാണെന്ന് PV മോഹൻ പറഞ്ഞു. ഇന്ത്യയെ സംശുദ്ധ ജനാധിപത്യ രാഷ്ട്രമാക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും സജീവമായ പിന്തുണയുണ്ടാകണമെന്ന് PV മോഹൻ അഭ്യർത്ഥിച്ചു. രാജീവ് ഗാന്ധി പറഞ്ഞത് എന്താണ്? പാർട്ടിയിൽ കരിയർ പൊളിറ്റിക്സ് കൂടാതെ, പാർട്ടിയിൽ പവർ ബ്രോക്കേഴ്സ് കൂടാതെ, പാർട്ടിയിൽ സെലിബ്രിറ്റി പൊളിറ്റിക്സ് കൂടാതെ, ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആര് കൊല്ലം രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി പുതിയ കോൺഗ്രസിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിപ്പോഴും അത് നടന്നില്ല. ഇപ്പോൾ അത് രാഹുൽ ഗാന്ധി അച്ഛൻ്റെ ഇതിന് രാഹുൽ ഗാന്ധി ഇപ്പോൾ അതിന് ഈസ് ട്രൈങ് ടു ഡു ഇറ്റ്.
അപ്പോൾ അതെല്ലാം ഞങ്ങളത് ഓർമ്മിച്ചിട്ട് പിന്നെ വരുന്നൊരു വലിയ പോരാട്ടമാണ്. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. KPCC ഭാരവാഹികളായ സി ചന്ദ്രൻ, കെ എ തുളസി, PV രാജേഷ്, ഹരിഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സദ്ഭാവനാ ദിനം ആചരിച്ചു. KPCC സെക്രട്ടറി PV രാജേഷ് രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് S സേവ്യർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. രാജീവ് ഗാന്ധിയുടെ 81ാം ജന്മദിനം KPCCയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് സദ്ഭാവനാ ദിനമായി ആചരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ കൊപ്പത്തുള്ള ഈ സ്മൃതി മണ്ഡപത്തിൽ നമ്മളിങ്ങനെ ഒരു പുഷ്പാർച്ചന ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനത്തിനനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാം കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും സദ്ഭാവന ദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ സദ്ഭാവന രാജീവ് ഗാന്ധിയെ ഓർക്കുകയാണെങ്കിൽ ഡിജിറ്റൽ വിപ്ലവം തന്നെ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഏറ്റവും നല്ല പ്രഗത്ഭനായ ഒരു ഭരണാധികാരി എന്ന നേട്ടമുണ്ടാക്കുകയും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക നിയമനങ്ങൾക്കെതിരെ LDF ഘടകകക്ഷിയായ ജനതാദൾ എസിന്റെ യുവജന വിഭാഗം രംഗത്ത്. നിയമനം യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് യുവജനതാദൾ നേതാക്കൾ ആശുപത്രിയിലെത്തി സൂപ്രണ്ടിന് മുന്നറിയിപ്പ് നൽകി. CPM നേതാവിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനമെന്ന് ഇവർ ആരോപിക്കുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കി പൊതു അറിയിപ്പ് പോലും നൽകാതെയാണ് താൽക്കാലിക ഒഴിവുകളിൽ രാഷ്ട്രീയ നിയമനം നടത്തുന്നതെന്നും യുവജനതാദൾ ആരോപിക്കുന്നു. താലൂക്ക് ആശുപത്രിയിൽ വിവിധ തസ്തികകളിലേക്ക് നടത്തിയ ഇന്റർവ്യൂ ലിസ്റ്റിൽ അർഹരായവരെ ഒഴിവാക്കി രാഷ്ട്രീയ താൽപര്യം വെച്ച് ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള നീക്കത്തിനെതിരെയാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ റൂമിലെത്തി യുവജനതാദൾ പ്രതിഷേധമറിയിച്ചത്. ആശുപത്രിയിലെ താൽക്കാലിക ഒഴിവുകളിൽ CPM നേതാവിന്റെ നിർദ്ദേശത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഇടത് യുവജന സംഘടനകളിലൊന്നായ യുവജനതാദളിന്റെ ആവശ്യം. ഇന്റർവ്യൂവിൽ പങ്കെടുത്തവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും ഇന്റർവ്യൂ മാർക്കിന്റെയും മെറിറ്റ് അടിസ്ഥാനത്തിലും നിയമനം നടത്തുന്നതിന് പകരം CPM നേതാവിന്റെ ശുപാർശ മാനദണ്ഡമാക്കിയാണ് താലൂക്ക് ആശുപത്രിയിൽ നിയമനം നടത്തുന്നത്. നിലവിൽ സ്റ്റാഫ് നഴ്സ്, റേഡിയോഗ്രാഫർ, ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, ECG ടെക്നീഷ്യൻ, HMC ക്ലർക്ക്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ വിവിധ തസ്തികകളിലേക്കാണ് ഇന്റർവ്യൂ നടന്നിട്ടുള്ളത്. അർഹരായവരെ ഒഴിവാക്കി ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള നീക്കം ഇന്റർവ്യൂ ബോർഡിലെ ചിലർ നടത്തുന്നുണ്ടെന്നും അത്തരത്തിൽ നിയമനം നടത്തിയാൽ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും യുവജനതാദൾ എസ് ആശുപത്രി സൂപ്രണ്ടിന് മുന്നറിയിപ്പ് നൽകി. ആശുപത്രി ജീവനക്കാരുടെ നിയമനത്തിൽ രാഷ്ട്രീയം നോക്കി ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിന് പിന്നിൽ സാമ്പത്തിക താൽപ്പര്യവുമുണ്ട്. ക്രമക്കേടിന് വഴിവെക്കുന്ന നിയമനങ്ങൾ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനും കാരണമാകും. എംപ്ലോയ്മെന്റ്, പൊതു അറിയിപ്പുകൾ എന്നിവ നൽകി മാത്രം നിയമനം നടത്തേണ്ടിടത്ത് രാഷ്ട്രീയം മാനദണ്ഡമാക്കരുതെന്നാവശ്യപ്പെട്ട് യുവജനതാദൾ എസ് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ചിറ്റൂർ MLAയ്ക്കും വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും ജില്ലാ കലക്ടർക്കും DMOയ്ക്കും പരാതി നൽകിയിരുന്നു. താൽക്കാലിക നിയമനങ്ങൾ സുതാര്യമില്ലാതെയും സാമ്പത്തിക അഴിമതിക്ക് വഴിയൊരുക്കിയും ഇഷ്ടക്കാരെ രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി തിരികെ കയറ്റിയും അനധികൃതമായി നിയമനങ്ങൾ നടത്താൻ ശ്രമിച്ചാൽ അത് കണ്ടിരിക്കില്ലെന്ന് യുവജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് വിജീഷ് കണ്ണിക്കണ്ടത്ത് വ്യക്തമാക്കി. യുവജനതാദൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജാസിർ ഹുസൈൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാമപ്രസാദ് പാർത്ഥസാരഥി, നിയോജക മണ്ഡലം നേതാക്കളായ M ബിനു, S മനുപ്രസാദ്, S സുകേഷ്, നവനീത് എന്നിവരാണ് സൂപ്രണ്ടിനെ കണ്ട് പരാതിയും പ്രതിഷേധവും അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളിയിൽ പ്രവർത്തിക്കുന്ന ഷൊർണൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെത്തുന്നവർ സൗകര്യക്കുറവ് മൂലം വലയുന്നു. എക്സ്ചേഞ്ചിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾ വലിയ പ്രയാസത്തിലാണ്. 6 വർഷം മുൻപാണ് ഷൊർണൂരിലെ വാടക കെട്ടിടത്തിൽ നിന്ന് കുളപ്പുള്ളിയിലെ വാടക കെട്ടിടത്തിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മാറ്റിയത്. പട്ടാമ്പി, ഒറ്റപ്പാലം, ഷൊർണൂർ, ചെർപ്പളശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് നിത്യേന രജിസ്ട്രേഷനും അനുബന്ധ കാര്യങ്ങൾക്കുമായി കുളപ്പുള്ളി എംപ്ലോയ്മെന്റ് ഓഫീസിൽ എത്തുന്നത്. ഓഫീസിനകത്ത് 10-ൽ കൂടുതൽ ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യമില്ല. ഓഫീസിന് മുന്നിലിട്ടിരിക്കുന്ന ബെഞ്ചിൽ കുറച്ചു പേർക്ക് ഇരിക്കാം. ബാക്കിയുള്ളവർക്ക് നിൽക്കുകയല്ലാതെ മറ്റ് നിർവാഹമില്ല. എംപ്ലോയ്മെന്റ് ഓഫീസർ, 4 ക്ലർക്കുമാർ, ടൈപ്പിസ്റ്റ് ഉൾപ്പെടെ 8 ജീവനക്കാരാണ് ഓഫീസിലുള്ളത്. ഇതിൽ ഒരു ക്ലർക്ക് ലീവിന് പോയതും മറ്റൊരാൾ വേറെ ഓഫീസിലേക്ക് മാറിയതും നിലവിലുള്ളവരുടെ ജോലിഭാരം വർദ്ധിപ്പിച്ചു.
നിത്യേന 100-ലധികം ആളുകൾ കുളപ്പുള്ളി എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ എത്തുന്നുണ്ട്. വിവിധ പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ തിരക്ക് കൂടും. ഈ സമയങ്ങളിൽ പ്രതിദിനം 350-ലധികം ആളുകൾ എത്താറുണ്ടെന്നാണ് എംപ്ലോയ്മെൻറ്റ് ഓഫീസർ വ്യക്തമാക്കുന്നത്. കുളപ്പുള്ളിയിലേക്ക് മാറ്റിയ ശേഷവും കഴിഞ്ഞ 6 വർഷമായി വാടക കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് അടുത്തായതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്നതിനാലാണ് ഷൊർണൂരിൽ നിന്ന് ഓഫീസ് കുളപ്പുള്ളിയിലേക്ക് മാറ്റിയത്. നഗരസഭയ്ക്ക് കീഴിൽ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനും ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസ് ആലോചിക്കുന്നുണ്ട്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. പറളിയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രം കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമായതായി പരാതി. 2020-ൽ 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് തെളിവാണ് ഇതെന്ന് BJP പ്രവർത്തകരും പഞ്ചായത്ത് അംഗവുമായ നാരായണൻകുട്ടി പറഞ്ഞു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിരവധി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രം ആർക്കും ഉപകാരമില്ലാതെ അടഞ്ഞുകിടക്കുന്നു. കാടുമൂടിയ കെട്ടിടം ഇഴജന്തുക്കളുടെ താവളമായതായും പരാതിയുണ്ട്. 2020 നവംബർ മാസം 1-ാം തീയതി അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന MP ബിന്ദുവാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ധാരാളം സൗകര്യങ്ങളും റൂമുകളുമുള്ള കെട്ടിടമാണ് ഉപയോഗശൂന്യമായി അടഞ്ഞുകിടക്കുന്നത്. വർഷങ്ങളായി അടച്ചിട്ട കെട്ടിടത്തിനു ചുറ്റും പുൽക്കാടുകൾ വളർന്ന് ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഈ കെട്ടിടത്തോട് ചേർന്നാണ് പഞ്ചായത്തിൻ്റെ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത്. വനിതാ വിപണന കേന്ദ്രം കാടുമൂടിയതിനാൽ ആയുർവേദ ആശുപത്രിയിലെത്തുന്നവർക്കും പ്രയാസമായിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായി 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രം അടച്ചിട്ടത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് തെളിവാണെന്നും ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും BJP പ്രവർത്തകനും പഞ്ചായത്ത് അംഗവുമായ നാരായണൻകുട്ടി പറഞ്ഞു. ഒരു ഓഫീസിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. വനിതകൾക്ക് കുടുംബശ്രീ മുഖേന വനിതകൾക്ക് വിപണനം വ്യാപാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓഫീസ് അന്ന് 2020-ൽ ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതാണ്. ഇന്നത്തെ അവസ്ഥ ഈ കാട് പിടിച്ചുകൊണ്ടുള്ള ഇരിക്കുന്ന ഈ അവസ്ഥയാണ്. ഒരു ചലനോ ഒന്നും ഉണ്ടാക്കാൻ ഈ ഭരണസമിതി ഈ LDF ഭരണത്തിന് കഴിഞ്ഞിട്ടില്ല. ആ കാര്യങ്ങൾ പോയി വാർത്തയിലും മറ്റുള്ളതും കൊടുത്തപ്പോൾ അതിനിപ്പോൾ മാറ്റി പഴയ മാവേലി സ്റ്റോറായ ഈ സ്ഥലത്തിലേക്ക് അതിനെ മാറ്റി വെച്ചിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ ഈ ഭരണസമിതിയിലെ ഈ LDF ഭരണത്തിന് കഴിയുന്നില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ശോചനീയാവസ്ഥയിലായ മൃഗാശുപത്രി കെട്ടിടത്തിൽ ഭീതിയോടെ ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് ഡോക്ടർ ഉൾപ്പെടെ 4 വനിതകൾ. ഇടയ്ക്കിടെ വരുന്ന പാമ്പുകളെ പേടിക്കുകയും വേണം. തൃശൂർ അരിമ്പൂർ എറവിലുള്ള സർക്കാർ മൃഗാശുപത്രിയുടെ പല ഭാഗങ്ങളും തകർന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ അറ്റകുറ്റപ്പണി പോലും സാധ്യമല്ല. മൃഗാശുപത്രിയിൽ മുറികൾക്ക് മുകളിലുള്ള വിടവിലൂടെയും ശുചിമുറിയിലെ ദ്വാരങ്ങൾക്കിടയിലൂടെയും ഇടയ്ക്ക് പാമ്പുകൾ എത്തുന്നത് മൂലം ജീവനക്കാർ കടുത്ത ഭീതിയിലാണ്. പലപ്പോഴും പാമ്പുകളെ കണ്ട് ഭയന്നതായി ജീവനക്കാർ പറയുന്നു. കെട്ടിടത്തോട് ചേർന്നുള്ള കിണറും പാമ്പുകളുടെ താവളമാണ്. പഴയ ഓടിട്ട ഇരുനില കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം ഉപയോഗശൂന്യമായ സ്ഥിതിയിലാണ്. ഇവിടെ മരപ്പട്ടി, വെള്ളിമൂങ്ങ തുടങ്ങി പലവിധ ജീവികളുള്ളതായി ജീവനക്കാർ പറയുന്നു. കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങി. മൃഗാശുപത്രി നിൽക്കുന്ന സ്ഥലം സംബന്ധിച്ച് അരിമ്പൂർ പഞ്ചായത്തും എറവ് മഹാവിഷ്ണു ക്ഷേത്രവുമായുള്ള ഉടമസ്ഥാവകാശ തർക്കം കോടതിയുടെ പരിഗണനയിലാണ്. ക്ഷേത്രം ഭാരവാഹികൾ കേസിനു പോയത് കാരണമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ആറാങ്കല്ലിൽ സ്ഥിതി ചെയ്യുന്ന വെറ്റിനറി ഹോസ്പിറ്റൽ ശോചനീയാവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത്. അരിമ്പൂർ പഞ്ചായത്ത് 1974 പണം മുടക്കി വാങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും ഉള്ള സ്ഥാപനത്തിന് ഇപ്പോൾ 2014 ശേഷം തൊട്ടടുത്ത് ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള അമ്പലം അവകാശവാദം ഉന്നയിച്ചതിൻ്റെയും കേസിന് പോയതിൻ്റെ പേരിലാണ് അവിടെ പുതിയ നിർമ്മാണങ്ങൾ നടത്താൻ കഴിയാത്തത്. പുതിയ 2021-22 ഫണ്ട് വെച്ചുകൊണ്ട് നിർമ്മാണത്തിന് വന്ന പണിക്കാരെ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തത്. പഞ്ചായത്ത് ഇപ്പോഴും അതിൻ്റെ നിർമ്മാണത്തിന് അതല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ തയ്യാറാണ്. അതിനുശേഷം നിയമപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എതിരായിട്ടുള്ള വിധി വന്നാൽ അത് ആ തരത്തിൽ ആ വിധിക്കനുസരിച്ച് പോകുവാനും പഞ്ചായത്ത് തയ്യാറാണ്. മൃഗാശുപത്രിയിൽ 2 മുറികൾക്ക് മാത്രമാണ് തട്ടിട്ടിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗത്ത് ഇരുമ്പ് തകിട് മേഞ്ഞതാണ്. ഇതിൻ്റെ പല ഭാഗവും അടിഭാഗം ദ്രവിച്ച് പട്ടിക തലയിൽ വീഴുന്ന അവസ്ഥയിലാണിപ്പോൾ. ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നികുതി അടയ്ക്കുന്നതടക്കം തങ്ങളാണെന്നും മൃഗാശുപത്രി ശോചനീയാവസ്ഥ തീർത്തു കൊടുക്കാൻ തയ്യാറായെങ്കിലും പഞ്ചായത്ത് അധികാരികൾ ചെവിക്കൊണ്ടില്ലെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് മൃഗാശുപത്രി കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കളക്ടർ ഇടപെടുകയും ജില്ലാ കളക്ടർ ഇടപെടുകയും അതനുസരിച്ച് ഈ ഭൂമിയുടെ കാലാകാലങ്ങളിലുള്ള നികുതി ക്ഷേത്രം കമ്മിറ്റി അടച്ചു വരുന്നതാണ്. ഈ മൃഗാശുപത്രിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് അതിൻ്റെ റിപ്പയർ കാലാകാലങ്ങളിൽ റിപ്പയർ നടത്താനായി ക്ഷേത്ര കമ്മിറ്റിയുടെ സമ്മതം കോടതിയിൽ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സമ്മതം കിട്ടാത്തത് കൊണ്ടാണ് ആ വർക്ക് നടക്കാത്തത്. മൃഗാശുപത്രിയുടെ ഉൾച്ചുമരുകൾ പലതും നാശത്തിൻ്റെ വക്കിലാണ്. മൃഗങ്ങളുമായി എത്തുന്നവർക്ക് സൗകര്യക്കുറവോ മരുന്നുകൾക്ക് ക്ഷാമമോ ഇവിടെയില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇനി ഓഫീസുകൾ ഒരു കുട കീഴിൽ. ഇതിനായി RMS ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം നവീകരിച്ച് തുറന്നു നൽകി. 4-5 പ്ലാറ്റ്ഫോമുകളിലായി പ്രവർത്തിച്ചിരുന്ന സ്ലീപ്പർ സ്ക്വാഡ്, സ്റ്റേഷൻ ഇൻചാർജ് എന്നിവർക്കുള്ള മുറികളാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. താഴത്തെ നിലയിൽ 1000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള സ്ലീപ്പർ മുറിയും സ്ക്വാഡ് ടീമിനു വേണ്ടിയുള്ള പ്രത്യേക മുറിയുമുണ്ട്. സ്റ്റേഷൻ ഇൻചാർജ് മുറി ഉൾപ്പെടെ 3 ക്യാബിനുകളിലായി തിരിച്ചാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 4-ലധികം കമ്പ്യൂട്ടറുകളും ഓഫീസിൽ എത്തിച്ചു. മറ്റൊരു ഭാഗം ആരോഗ്യ വിഭാഗത്തിനാണ് വിട്ടു നൽകിയിട്ടുള്ളത്. മുകളിലത്തെ നിലയിൽ നിരവധി പേർക്കിരിക്കാവുന്ന മീറ്റിംഗ് ഹാൾ, ഡെപ്യൂട്ടി സൂപ്പർവൈസർ റൂം എന്നിവയുമുണ്ട്. കൂടാതെ അധികമായി 2 മുറികളും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മുതലാണ് മറ്റ് പ്ലാറ്റ്ഫോമുകളിലുണ്ടായിരുന്ന ഓഫീസ് മുറികൾ നവീകരിച്ച കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായി പഴക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ റെയിൽവേ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി 4, 5, 6 പ്ലാറ്റ്ഫോമുകളിലുള്ള പഴയ കെട്ടിടം അടുത്ത ദിവസം പൊളിക്കും. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടിയാണ് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതെന്നാണ് റെയിൽവേ അധികാരികളുടെ വിശദീകരണം. പകരം ആ ഭാഗങ്ങളിൽ യാത്രക്കാർക്ക് കൂടുതൽ ഇരിപ്പിടങ്ങൾ ഒരുക്കും. കച്ചവട സ്റ്റാളുകളും വർദ്ധിപ്പിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൗതുകവും നൊമ്പരവുമായി ഇരട്ടത്തലയുള്ള പശുക്കുട്ടി. നാട്ടിക ചിരിയാട്ട് ഗണേശന്റെ വീട്ടിലെ പശുവിന്റെ 2ാം പ്രസവത്തിലാണ് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി പിറന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് പശു പ്രസവിച്ചത്. വെറ്റിനറി ഡോക്ടർ എത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത്. 2 തലയുള്ള മൂരിക്കുട്ടിയാണ്. 2 വായ, 2 ചെവി, 4 കണ്ണ് എന്നിവയുണ്ട്. 2 തലയുടെ ഭാരം കാരണം പശുക്കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പശുക്കിടാവിന് പാൽ കറന്ന് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഗണേശനും ഭാര്യയും. ഇത് എൻ്റെ ചേട്ടൻ്റെ വീടാണ്. ചേട്ടൻ ഒരു പശുവിനെ വളർത്തി കുറേ വർഷങ്ങളായിട്ട് പശുവിനേക്ക് വളർത്തി മുന്നോട്ട് പോകുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ 2 തലയുള്ള പശുക്കുട്ടി ജനിക്കുന്നത്. മിനിഞ്ഞാന്ന് ഒരു 4 മണിയോട് കൂടി ഇങ്ങനൊരു വേന പശുവിന് വന്നത്. അപ്പം തന്നെ മൃഗ ഡോക്ടർ വന്ന് പ്രസവം എടുത്തു. പിന്നീട് കണ്ടത് അങ്ങനെ ഇപ്പോൾ 2 ചെവിയും 2 കണ്ണും 2 വായാണ് ഇത് ഉള്ളത്. അങ്ങനെ ഇനി 2 തല. പിന്നെ ഇപ്പോൾ അതിന് പാല് കൊടുക്കുന്നത് തന്നെ പശുവിൻ്റെ പാല് കറന്നിട്ട് തൊള്ളയിൽ ഒഴിച്ച് കൊടുക്കണ്. അതിന് എനിക്കാൻ പറ്റാത്തൊരു ചെറിയ സംഭവമുണ്ട്. ഗണേശനും ഉഷയ്ക്കും 30 വർഷമായി പശു വളർത്തലുണ്ട്. നിരവധി പേർ പശുക്കുട്ടിയെ കാണാൻ ഇവരുടെ വീട്ടിലെത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുളപ്പള്ളി വിജയ പ്രിന്റിംഗ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. മുൻ ഭരണസമിതിയെ 1 മാസം മുമ്പാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത്. CPI പാലക്കാട് ജില്ലാ കൗൺസിൽ അംഗം A. പ്രഭാവതിയുടെ നേതൃത്വത്തിൽ 11-അംഗ ഭരണസമിതിയാണ് നിലവിൽ വന്നത്. ബുധനാഴ്ച നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ അംജദ് ഖാൻ പോൾ എന്നിവർ വരണാധികാരികളായിരുന്നു. 11-അംഗ ഭരണസമിതിയാണ് നിലവിൽ വന്നത്. CPI ജില്ലാ കൗൺസിൽ അംഗവും മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറുമായ A. പ്രഭാവതിയാണ് പുതിയ ഭരണസമിതി അധ്യക്ഷ. MP ഉണ്ണി ഉപാധ്യക്ഷനാണ്. സൊസൈറ്റിയെ വിജയത്തിലേക്ക് നയിക്കാൻ കൂട്ടായ്മയോടെ മുന്നോട്ടു പോകുമെന്ന് A. പ്രഭാവതി പറഞ്ഞു. പുതിയ ഭരണസമിതി ഇന്ന് ചുമതലയേറ്റിരിക്കുകയാണ്. പ്രസിഡന്റായി A. പ്രഭാവതിയെയും വൈസ് പ്രസിഡന്റായി MP ഉണ്ണിയെയും ഏകകണ്ഠേന തീരുമാനിച്ചു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പ്രസ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് താല്പര്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമോടുകൂടെ പ്രവർത്തിച്ച് പ്രസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. സൊസൈറ്റി പ്രവർത്തനം താറുമാറായെന്നാരോപിച്ച് 1 മാസം മുമ്പാണ് മുൻ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. ഇവിടെ സൂചിപ്പിച്ചു UP സ്കൂൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ്
അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. നമ്മുടെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി നേതൃത്വത്തിലാണ്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇടപെടുന്നതിനും അതിൻ്റെ ഫണ്ട് വിനിയോഗിക്കുന്നതിനും വലിയ പരിമിതികളൊക്കെ പെടാറുണ്ട്. എന്നാൽ വികസന പ്രക്രിയയിൽ പുതിയ കാലത്ത് പങ്കുവഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന അന്വേഷണത്തിനൊടുവിലാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വള്ളത്തോൾനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV സുചിത്ര, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ, പ്രിൻസിപ്പൽ ഇൻചാർജ് M പ്രീത, പ്രധാനാധ്യാപിക ആൻസിയമ്മ മാത്യു, പഞ്ചായത്ത് അംഗങ്ങളായ PA യൂസഫ്, M ബിന്ദു, താജുന്നിസ, PTA പ്രസിഡന്റ് MM ഹനീഫ, SMC ചെയർമാൻ KS ഷബീർ, MPTA പ്രസിഡന്റ് K ചിത്രലേഖ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീധന്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായി റോഡിൽ തടസ്സമായി നിൽക്കുന്ന പാഴ്ചെടികൾ വെട്ടിമാറ്റി. ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് വികസന സമിതി അംഗവും നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറും റിട്ടയേർഡ് ജോയിന്റ് അഗ്രികൾച്ചറൽ ഡയറക്ടറുമായ പള്ളത്ത് ശ്രീകുമാരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. നാസർ അത്താപ്പ, വാർഡ് വികസന സമിതി അംഗങ്ങളായ OM ജലീൽ, NS അംസ, P പ്രേമൻ, ശ്രീദേവി, NS സിദ്ദിഖ്, T സുന്ദരൻ, R സ്വപ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടൊപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന ബിഫാത്തുമ്മയുടെ വീടും പരിസരവും കാടുവെട്ടി വൃത്തിയാക്കി. ഇരിപ്പിക്കൽ തിരുക്കാലി റോഡ്, കറുകമ്പാറ ഗണപതി ക്ഷേത്ര റോഡ് എന്നിവിടങ്ങളിൽ കാടുവെട്ടൽ പൂർത്തിയായി. ഘട്ടം ഘട്ടമായി വാർഡിൽ മുഴുവൻ പ്രദേശത്തും പ്രവർത്തികൾ നടത്തുന്നതാണ്. 10 ദിവസത്തോളം പ്രവർത്തികൾ തുടരും. മെമ്പറുടെ ഓണറേറിയം ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തനിക്ക് കിട്ടുന്ന ഓണറേറിയം കൊണ്ട് തൻ്റെ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാവുന്നു എന്ന വിവിധങ്ങളായ പദ്ധതികൾ, ആരോഗ്യ മേഖലയിൽ ചികിത്സയ്ക്ക് വേണ്ടത്, വിദ്യാഭ്യാസത്തിന് വേണ്ടത്, ഇതുപോലെ വൃത്തിയാക്കുന്ന പരിപാടികൾ, അങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി രാജ്യമെങ്ങും സദ്ഭാവനാ ദിനമായി ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ചെറുതുരുത്തി പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ അംഗൻവാടികളിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. ചെറുതുരുത്തി സൂരജ് റോഡിലുള്ള അംഗൻവാടിയിലും കോഴിമമ്പർവ് ക്ഷേത്രത്തിന് സമീപമുള്ള അംഗൻവാടിയിലുമാണ് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തത്. ഫോറം പ്രസിഡന്റ് OU ബഷീർ, മറ്റ് ഭാരവാഹികളായ PT തമ്പിമണി, PC ബാബു, PS ഹരിദാസ്, വള്ളത്തോൾ വാപ്പൂസ്, ഇക്ബാൽ നടുവിൽ എന്നിവർ നേതൃത്വം നൽകി. ആധുനിക ഇന്ത്യയുടെ ശില്പിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിൽ പ്രിയദർശിനി കൾച്ചറൽ ഫോറം വള്ളത്തോൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ചെറുതുരുത്തിയിലെ വിവിധ അംഗനവാടികളിൽ കുട്ടികൾക്ക് മധുരപലഹാരം വിതരണം നടത്തി. അതിൻ്റെ ഭാഗമായി ചെറുതുരുത്തി സൂരജ് റോഡിലുള്ള അംഗനവാടിയിലാണ് ഇപ്പോൾ മധുരപലഹാരം വിതരണം നടത്തുന്നത്. ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. എടത്തറ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ആഘോഷിച്ചു. ചടങ്ങ് പ്രശസ്ത എഴുത്തുകാരൻ TSS ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി സ്കൂൾ ചെയർമാൻ KM രമേശ് അധ്യക്ഷത വഹിച്ചു. പറളി ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് രമ ടീച്ചർ രാജീവ് ഗാന്ധിയുടെ ഭരണഘടനാ നിപുണതകൾ വിശദീകരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക M സൗമ്യ, K മിനി, ഗ്രീഷ്മ P, S സൗമ്യ മോൾ, PM ദിവ്യ, AD വിനോദിനി, ആദ്യ നന്ദഗോപാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായിൽ. മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനം വിപുലമായി ആഘോഷിക്കുമെന്ന് കേരള പുലയർ മഹാസഭ. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 6 വരെ വിവിധ താലൂക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പുലയർ മഹാസഭ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആറുചാമി അമ്പലക്കാട് അറിയിച്ചു. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 28-ന് രാവിലെ 11 മണിക്ക് ആധാർ ഭവനിൽ അയ്യങ്കാളി ജന്മദിനാഘോഷം നടത്തും. ഓഗസ്റ്റ് 31-ന് ഒറ്റപ്പാലത്തും സെപ്റ്റംബർ 1-ന് ചിറ്റൂർ വിളയോടിയിലും ആലത്തൂരിൽ 3-ന് വൈകിട്ടും പട്ടാമ്പി കൂറ്റനാട് രാവിലെ 11-നും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ കാലഘട്ടത്തിലും ഞങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തകർക്കെല്ലാം അറിയും എന്ന് വിചാരിക്കുക, എല്ലാവർക്കും അറിയുന്നതാണ്. മാറ്റർ വായിക്കാം. തൊട്ടുകൂടാത്തവരെന്നും തീണ്ടിക്കൂടാത്തവരെന്നും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരെന്നും കൽപ്പിക്കുകയും വായിക്കണമല്ലോ, കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ.
വായിക്കണ്ടല്ലോ സാർ. വിഷയം ഞങ്ങൾ 28/8/2025 തുടക്കം കുറിക്കുന്നത്. സെപ്റ്റംബർ മാസം 6-ാം തീയതി അയ്യങ്കാളിയുടെ അവിട്ടാം പിറന്നാളാണ്. അപ്പോൾ ജന്മദിനം മുതൽ ആ പിറന്നാൾ നാൾ വരെ നീണ്ട വിപുലമായ ഇത്രയും ദിവസത്തിൽ ഓരോ താലൂക്കുകളിലും ശാഖകളിലും ഇതിൻ്റെ പ്രോഗ്രാമുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മുരുകൻ പുറയോരം, ട്രഷറർ CA ദിനേഷ്, മഹിളാ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജിത മാത്തൂർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റലി ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ടീമിൽ നിന്ന് ശ്രേയസ് അയ്യർ, യശസ്വി ജയ്സ്വാൾ തുടങ്ങിയവരെ ഒഴിവാക്കിയത് ചർച്ചയായിട്ടുണ്ട്. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റലിയിലേക്ക്. അത് അത്ര പോരാ. ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടിയിരുന്നു, അത് ചെയ്തില്ല. അത് ഇപ്പോൾ നല്ല ബോളർമാരുണ്ട് നമുക്ക്. ബാറ്റർമാർ പോരാ. ശ്രേയസ് കൂടി ചേർക്കേണ്ടിരുന്നതിൽ. അല്ലെങ്കിൽ ജയ്സ്വാളും നല്ല ഒരു ബാറ്റ്സ്മാനാണ്. അവരാഴ്ച 5-ാം 6-ാം സ്ഥാനത്ത് കളിച്ച ഒരാളുണ്ടായിരുന്നു. ഇതിപ്പോൾ ആദ്യം 2-3 ആൾക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഇല്ലേണ്ടതാണ്. അപ്പോൾ ടീം അത്ര പോരാന്ന് എൻ്റെ അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ല നേരിടുന്ന കാർഷിക, വ്യാവസായിക, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. മലമ്പുഴ സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാന്റ് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാന സർക്കാർ. വികസന പദ്ധതികൾ പൂർത്തിയാക്കാൻ നേരിടുന്ന കാലതാമസം ജില്ലയിലെ വലിയ പ്രതിസന്ധിയാണെന്നും കളക്ടർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗൃഹസന്ദർശനത്തിനൊരുങ്ങി കോൺഗ്രസ്. പാലക്കാട് ജില്ലാ നേതൃയോഗം. വോട്ടർ പട്ടികയിലെ പിഴവുകൾ വളരെ വേഗം കണ്ടെത്തണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. ഗൃഹസന്ദർശനം 28-ന് തുടങ്ങും. വാടാനാംകുറിശി ROB സർവീസ് റോഡ് തുറന്നിട്ടും ബസ്സുകൾ കടത്തിവിട്ട് തുടങ്ങിയില്ല. പ്രദേശത്തിറങ്ങി ബസ് മാറിക്കയറേണ്ടത് യാത്രക്കാർക്ക് ദുരിതം. ബസ്സുകൾ സർവീസ് റോഡിലൂടെ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും ടോറസ് ഉൾപ്പെടെ ചരക്കുവാഹനങ്ങൾ കടന്നുപോകുന്നത് തടയാൻ പോലീസ് ഇടപെടണമെന്നും ആവശ്യം. മണ്ണൂർ പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വോട്ടുകൾ തെരഞ്ഞുപിടിച്ച് വെട്ടിമാറ്റിയെന്ന ആരോപണം. പഞ്ചായത്ത് സെക്രട്ടറിയെ ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു. അടിസ്ഥാന വർഗ്ഗങ്ങളുടെ പെൻഷനും ആനുകൂല്യങ്ങളും നിരന്തരം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. സെസ് പിരിവിൽ ഗുരുതര വീഴ്ച. പെൻഷൻ കുടിശ്ശികയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പാലക്കാട് കളക്ടറേറ്റിലേക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ AITUC മാർച്ച്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക നിയമനങ്ങൾക്കെതിരെ LDF ഘടകകക്ഷിയായ ജനതാദൾ എസിന്റെ യുവജന വിഭാഗം രംഗത്ത്. നിയമനം യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് സൂപ്രണ്ടിന് മുന്നറിയിപ്പ്. താൽക്കാലിക നിയമനം CPM നേതാവിന്റെ നിർദ്ദേശപ്രകാരമെന്നും ആരോപണം. നെല്ലു സംഭരണവുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ പ്രചരിക്കുന്നതെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. കർഷകർക്ക് തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ട്. പാലക്കാട്ട് സംയുക്ത കർഷക വേദിയുടെ സമര പ്രഖ്യാപന കൺവെൻഷൻ. കർഷക ദിനത്തിൽ കർഷകരെ അവഹേളിച്ച മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കർഷക മസ്ദൂർ സംഘ് മാർച്ച്. കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന് പോലീസ്. ഒരാൾ കസ്റ്റഡിയിൽ. തൃത്താലയിൽ വീടിന്റെ മച്ചിൽ ഒളിച്ചിരുന്ന വധശ്രമ കേസ് പ്രതി പോലീസിന്റെ പിടിയിൽ. പിരായിരിയിൽ യുവാവിന് വെട്ടേറ്റു. തൃശൂരിലെ BJP കൗൺസിലർമാർക്ക് 5 ലക്ഷം രൂപ പിഴയിട്ട് ഹൈക്കോടതി. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ബിനി ടൂറിസ്റ്റ് ഹോമിനെതിരെ പരാതി നൽകിയ 6 BJP കൗൺസിലർമാരും സ്വകാര്യ ഹർജി നൽകിയ അഭിഭാഷകനും പിഴ നൽകണം. ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു. കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. സംശുദ്ധ ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിനായുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് രാജീവ് സ്മൃതി കരുത്താകുമെന്ന് AICC സെക്രട്ടറി PV മോഹൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.